Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്തു. ഇനി ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് റെക്കോർഡ്സ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ്, സമ്മറൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ദം ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ടു ദ യൂസേഴ്സ്. എന്താണപ്പോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്ത് വെക്കുകയും സമ്മറൈസ് ചെയ്യുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്തിനാ അങ്ങനെ വിലയിരുത്തുന്നത്? നമുക്ക് ലാസ്റ്റ് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യണം യൂസേഴ്സിന്. അതിന്റെ ബേസിലാണ് എന്ത് യൂസേഴ്സ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെച്ച് അതിനെ സമ്മറൈസ് ചെയ്ത് അതിനെ വിലയിരുത്തി ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് യൂസേഴ്സിന് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താ കോസ്റ്റ് അക്കൗണ്ടിങ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ആൻഡ് കൺട്രോളിങ് കോസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. എന്താണ്? ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വരുന്ന കോസ്റ്റ് മുൻകൂട്ടി തീരുമാനിക്കുകയും അത് കൺട്രോൾ ചെയ്തു വെക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. It also help in controlling the cost and providing necessary costing information to the management for decision making. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ആണ് എന്ത് മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് എത്രയെന്ന് മുൻകൂട്ടി തീരുമാനിക്കാനും അത് ആ തീരുമാനിച്ച ലെവലിൽ നിന്ന് കൂടുതൽ പോകാതിരിക്കാൻ വേണ്ടി അവർക്കത് കൺട്രോൾ ചെയ്യാനും മാനേജ്മെന്റിനെ ഈ കോസ്റ്റിംഗ് ഇൻഫോർമേഷൻ ഹെൽപ്പ് ചെയ്യും. അതിന്റെ ബേസിൽ ഈ കോസ്റ്റിംഗ് ഇൻഫോർമേഷന്റെ ബേസിലായിരിക്കും എന്ത് മാനേജ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നത്. അടുത്തത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇറ്റ് പ്രസന്റിംഗ് ദ അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് help the management in planning and controlling the operation of business and in decision making. Accounting informations മാനേജ്മെന്റിന് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഇത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിൽ മാനേജ്മെന്റിന് എന്തൊക്കെയാണ് ബിസിനസ്സിൽ നടക്കേണ്ട ഓപ്പറേഷൻസ് എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും മാനേജ്മെന്റിന് സാധിക്കും. നെക്സ്റ്റ് വൺ ടാക്സ് അക്കൗണ്ടിങ്. This branch of accounting has grown in response to the difficult tax laws such as relating to income tax, sales tax, etc. അപ്പോൾ ടാക്സ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഫോർ ടാക്സ് പർപ്പസ്, ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് ആണ് ടാക്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സാധാരണ ഒരു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് മെയിൻ ആയിട്ടും പബ്ലിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ആണ് വേണ്ടിയുള്ളതാണ്. എന്നാൽ ടാക്സ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ടാക്സ് റിട്ടേണും ടാക്സ് പേയ്മെന്റിലും മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് സോഷ്യൽ അക്കൗണ്ടിങ്. This branch of accounting is also known as social reporting or social responsibility accounting. സോഷ്യൽ അക്കൗണ്ടിങ്ങിനെ സോഷ്യൽ റിപ്പോർട്ടിംഗ് അക്കൗണ്ടിംഗ് എന്നും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് എന്നും കൂടി വിളിക്കുന്നുണ്ട്. It disclose the social benefit created and the cost incurred by the enterprise. Social benefit include such facilities as medical, housing, education, canteen and provident fund, so on. അപ്പോൾ സോഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സോഷ്യൽ ബെനിഫിറ്റ് ഒരു എന്റർപ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അതിന് വരുന്ന കോസ്റ്റ് എത്രയാണ് എന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു അക്കൗണ്ടിങ് ആണ് സോഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? മെഡിക്കൽ ഫെസിലിറ്റി, ഹൗസിംഗ്, ക്യാൻറ്റീൻ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഒരു എന്റർപ്രൈസ് എത്രത്തോളം അങ്ങനെയുള്ള ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനൊരു എന്റർപ്രൈസിന് വരുന്ന കോസ്റ്റ് എത്രയാണോ ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുകയാണ് എന്ത് സോഷ്യൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നതാണ് എന്ത് അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. To keep permanent record of all business transactions. പെർമനന്റ് ആയിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുക. To show the financial effect of these business transactions on the business. അപ്പോൾ ഈ റെക്കോർഡിന്റെ ബേസിൽ ഒരു ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ റൺ ചെയ്യുന്നത് എന്ന്
മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് ഈസിലി അസർടൈൻ ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ അതിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അടുത്ത പോയിന്റ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. To evaluate the profitability, earning capacity of the business and to provide accounting information during the accounting period. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തു ബിസിനസ് ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്ത് വെച്ചു. ആ ബിസിനസ് ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യുമ്പോൾ എന്താണ് ബിസിനസ് പ്രോഫിറ്റബിലിറ്റി എത്രയാണെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് ഡെപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. Accounting aims at ascertaining the financial position of the business concerned in the form of its assets and liabilities at the end of every accounting year. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ സഹായത്തോടെ ഒരു ബിസിനസ്സിന് അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻസ് അറിയാൻ പറ്റും. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ഇയർ എൻഡിങ്ങിൽ ഏതൊരു ബിസിനസ് സ്ഥാപനം ആയാലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിൽ. അപ്പോൾ ആ ബാലൻസ് ഷീറ്റിന്റെ സഹായത്തോടു കൂടി എത്രത്തോളം അസറ്റ് ഉണ്ട് എത്രത്തോളം ലയബിലിറ്റീസ് ഉണ്ടെന്ന് ഒരു ഫേമിന് അറിയാൻ പറ്റും. അപ്പോൾ അതിന്റെ ബേസിൽ ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താന്ന് അസർടൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് പ്രൊവൈഡിംഗ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. The accounting information generated by accounting process is communicated in the form of reports, statement, graphs and chart to the users who need it in the different decision situations. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസിന് യൂസേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റിപ്പോർട്ടായിട്ടും സ്റ്റേറ്റ്മെന്റോ ഗ്രാഫോ ചാർട്ടിന്റെ ഫോമിലായിട്ടായിരിക്കും എന്റെ യൂസേഴ്സ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെയോ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന്റെ ബേസിലായിരിക്കും യൂസേഴ്സ് ഡിസിഷൻസ് എടുക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഗുണങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ അബൌട്ട് ബിസിനസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതൊക്കെയാണ് അഡ്വാൻറ്റേജസിൽ പറയുന്നത്. എന്താണ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ്? ബിസിനസിനെ കുറിച്ചുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്താണ് ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്താണെന്ന് അക്കൗണ്ടിങ്ങിന്റെ സഹായത്തോടെ അറിയാൻ പറ്റും. ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ റൺ ചെയ്ത് പോകുന്നതെന്ന് ഉള്ള ഇൻഫോർമേഷൻസ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് അസിസ്റ്റൻസ് ഓഫ് മാനേജ്മെന്റ്. എന്താണ് അക്കൗണ്ടിങ്ങിന്റെ ഇൻഫോർമേഷന്റെ ബേസിലാണ് ബിസിനസ് പ്ലാൻ ചെയ്യുന്നതും ഡിസിഷൻസ് എടുക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ അത് മാനേജ്മെന്റിന് വളരെ യൂസ്ഫുൾ ആണ്. റീപ്ലേസ് മെമ്മറി. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഓർത്തിരിക്കാൻ പ്രയാസമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് വെക്കും, അത് റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ട്രാൻസാക്ഷൻസ് എന്തായിരിക്കും ഭാവിയിലാണെങ്കിലും എന്താ നമുക്ക് വെരിഫൈ ചെയ്യാനോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും സാധിക്കും. അപ്പൊ എന്താണ് നമുക്ക് എല്ലാം ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അതെന്ന് എന്ത് ചെയ്യുന്നു നമ്മുടെ മെമ്മറി റീപ്ലേസ് ചെയ്യുന്നു. അടുത്തത് ഫെസിലിറ്റേറ്റ് കമ്പാരറ്റീവ് സ്റ്റഡി. അപ്പൊ എന്താണ് ഈ റിപ്പോർട്ടിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുമ്പോൾ കഴിഞ്ഞ വർഷമായിട്ടും ഇനി പിന്നീടുള്ള വർഷങ്ങളായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റിപ്പോർട്ടിനെ കമ്പയർ ചെയ്യാനും അനലൈസ് ചെയ്യാനും സാധിക്കും. അടുത്തത് ഫെസിലിറ്റേറ്റ് സെറ്റിൽമെന്റ് ഓഫ് ടാക്സ് ലയബിലിറ്റീസ്. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുമ്പോൾ ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി ഇതെല്ലാം എത്രത്തോളാണ് അടയ്ക്കേണ്ടത് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു പ്രോപ്പർ എവിഡൻസ് ഉണ്ട്. അപ്പൊ അതിന് കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല, കറക്റ്റ് ആയിട്ടുള്ള ടാക്സ് നമുക്ക് പേ ചെയ്താൽ മതി. ഇനി ഫെസിലിറ്റേറ്റ്സ് ലോൺ. Loan is granted by the bank and financial institution on the basis of growth potential which is supported by the performance. Accounting make available the information with respect to performance. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ബാങ്ക് ആയിരിക്കും നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ലോൺ തരണമെങ്കിൽ എന്താണ് നമ്മൾ അത് തിരിച്ചടയ്ക്കും എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് വേണം അല്ലെ. അപ്പൊ ഒരു ബിസിനസ്സിന് ഈ ഡോക്യുമെന്റ്സ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുമ്പോൾ എന്താണ് അവർക്ക് ബിസിനസിന്റെ പെർഫോമൻസ് ലാഭത്തിലാണോ ഓടുന്നതെങ്കിൽ എന്താ ലോൺ കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിന്റെ ബേസിൽ ലോൺസ് ബാങ്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ്ങിന് കുറെ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പരിമിതികളുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ഓൺലി മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. ക്യാഷ് സെയിൽസോ അല്ലെങ്കിൽ ക്യാഷ് പർച്ചേസോ അങ്ങനെ
ക്യാഷ് ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. എന്നാൽ ക്യാഷ് റിലേറ്റഡ് അല്ലാത്ത ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്താണ് അക്കൗണ്ടിങ്ങിൽ കാണിക്കുന്നില്ല. അപ്പൊ എന്താണ് ഒരു ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതാണ് മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഫിക്സ്ഡ് അസറ്റ് ആർ റെക്കോർഡഡ് ഇൻ ദി അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് അറ്റ് ദ ഒറിജിനൽ കോസ്റ്റ്. എന്താ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കും, അത് ഒരിക്കലും അത് മൂവ് ചെയ്യത്തില്ല. ബിൽഡിങ്ങോ പ്ലാന്റോ മെഷീനറി അങ്ങനെ ഉള്ള അസറ്റിനെയാണ് ഇത് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത് ഒറിജിനൽ കോസ്റ്റിലായിരിക്കും, അല്ലാതെ ആ പ്രൈസിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് ഒരിക്കലും ഇതായിരിക്കും റെക്കോർഡിൽ സൂചിപ്പിക്കത്തില്ല. അടുത്തത് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ഈസ് സംടൈം ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ്. അപ്പോൾ അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ചില സമയങ്ങളിൽ ഒരു ഊഹാപോഹമായിരിക്കും. സംടൈംസ് അത് ശരിയാവാം, ചിലപ്പോൾ അത് തെറ്റാവാം. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആ ഒരു തെറ്റിനെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ എന്താണ് ട്രൂ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അടുത്തത് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ കാനോട്ട് ബി യൂസ്ഡ് ആസ് എ ഓൺലി ടെസ്റ്റ് ഓഫ് മാനേജീരിയൽ പെർഫോമൻസ്. അല്ലെ, ചില സമയത്ത് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഒരു ബിസിനസിന്റെ എൻഡ് ഓഫ് ഇയറിൽ എന്തായിരിക്കും പ്രോഫിറ്റ് ലോസ് ആണെന്ന് അറിയുന്ന സമയത്ത് ചില സമയത്ത് അവർ പ്രോഫിറ്റ് കാണിക്കുമ്പോൾ എക്സ്പെൻസസ് ഒഴിവാക്കിയിട്ടായിരിക്കും എന്ത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അഡ്വർടൈസിങ് എക്സ്പെൻസസ് വരാറുണ്ട്, ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് വരാറുണ്ട്, റിസർച്ച് ഡെവലപ്മെന്റ് എക്സ്പെൻസ് ഒക്കെ വരാറുണ്ട്. അതൊന്നും കാണിക്കാതെ ആയിരിക്കും എന്ത് പ്രോഫിറ്റ് കാണിക്കുന്നത്. അപ്പൊ എന്താണ്, അത് കറക്റ്റ് ഒരു പ്രോഫിറ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. അടുത്തത് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ഈസ് നോട്ട് ഓർ അൺബയാസ്ഡ്. അപ്പൊ എന്താണ്, അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, റവന്യൂ എക്സ്പെൻസിനേലും കൂടുതലാണെങ്കിൽ, അതായത് നമ്മുടെ വരുമാനം ചെലവിനേലും കൂടുതലാണെങ്കിൽ അതാണ് എന്ത് ഇൻകം എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ അവിടെ പലതരത്തിലുള്ള കോസ്റ്റ് ഇൻവോൾവ് ആവുന്നുണ്ട്. വാട്ടർ, നോയ്സ്, പൊല്യൂഷൻ എക്സെട്ര, അതൊക്കെ എന്താണ് സോഷ്യൽ കോസ്റ്റ് ആണ്. പക്ഷെ ആ കോസ്റ്റ് ഒന്നും എന്താണ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ ആ കോസ്റ്റ് ഒന്നും റെക്കോർഡ് ചെയ്യാറില്ല. ഇനി അടുത്ത ടോപ്പിക് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള വ്യക്തികളെയാണ് എന്ത് യൂസേഴ്സ് എന്ന് പറയുന്നത്. അത് ഇന്റേണൽ യൂസേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. അപ്പൊ ബിസിനസിന്റെ അകത്ത് തന്നെയുള്ള യൂസേഴ്സ് ആണ്, ആവശ്യക്കാരെയാണ് എന്ത് ഇന്റേണൽ യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൈമറി യൂസേഴ്സ് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ നോക്കാം, ഓണേഴ്സ്. ആരാണ് ഓണേഴ്സ് എന്ന് പറഞ്ഞാല്, അവരായിരിക്കും എന്ത് ആ ബിസിനസിന്റെ ഉടമകള്. അവരായിരിക്കും എന്ത് ക്യാപിറ്റല് ബിസിനസ്സിൽ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം റിസ്ക് അവർക്ക് തന്നെയായിരിക്കും. അപ്പോ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഓണേഴ്സ് ക്യാപിറ്റല്, അതായത് മൂലധനം ഇറക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ ഓടുന്നത് എന്ന് അറിയേണ്ടത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. എങ്കിലാണ് എന്ത് ആ ക്യാപിറ്റൽ റിട്ടേൺ കിട്ടുമോ എന്ന് അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ സേഫ് ആണോ എന്ന് അറിയണമെങ്കിൽ അവർക്ക് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ അനിവാര്യമാണ്. അടുത്തത് മാനേജ്മെന്റ്. The management make excessive use of accounting information to arrive at informed decisions such as determination of selling price, cost control, reduction and investment into new project etc. അപ്പോൾ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ എന്തിനാണ് ആവശ്യം, അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് എന്താണ് ഡിസിഷൻസ് എടുക്കുക എന്നതാണ് ഇത് മാനേജ്മെന്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിംഗ് ഇൻഫർമേഷന്റെ ബേസിലാണ് എത്രത്തോളം ആയിരിക്കും ഒരു പ്രോഡക്റ്റിന്റെ സെയിൽ പ്രൈസ് എന്ന് ഡിറ്റർമൈൻ ചെയ്യണം. അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യണം, ഉൽപ്പാദിപ്പിക്കുമ്പോൾ എത്രത്തോളം കോസ്റ്റ് വരണം, അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം, പിന്നെ ന്യൂ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുന്നത് ഈ അക്കൗണ്ടിംഗ് ഇൻഫർമേഷന്റെ ബേസിലാണ്. അടുത്തത് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്. അപ്പോൾ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ബോണസ് അറ്റ് ദ year end, which is linked to the profit earned by the enterprise. Therefore, the employees and workers are interested in financial statement. അപ്പോൾ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ ഒരു വിശേഷ ടൈംസിലൊക്കെ അവർക്ക് എന്താണ് ബോണസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇത്ര പെർസെന്റേജ് ഒക്കെ അവർക്ക് എന്താ ബോണസ് കമ്മീഷൻ ഒക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ എന്താ ബിസിനസ് നല്ല രീതിയിലാണോ റൺ ചെയ്യുന്നത് എന്ന് അറിയാൻ അവർക്ക് കൂടുതലും താല്പര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് എന്ത് എംപ്ലോയീസിന് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ആവശ്യമായിട്ട് വരുന്നത്. കാരണം അവരുടെ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി അതായത് ആ ജോലി പോവരുത്. അപ്പൊ അവർക്ക് ആ ജോലിയിൽ നിലനിൽപ്പ് വേണമെങ്കിലും അതുപോലെ തന്നെ കൂടുതൽ സാലറി ആയാലും ശരി ബോണസ് ആയാലും കിട്ടുന്നതിന് ഫിനാൻഷ്യൽ പൊസിഷൻ, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നല്ല രീതിയിൽ തന്നെ നിൽക്കണം എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ്.
അടുത്തത് എക്സ്റ്റേണൽ യൂസേഴ്സ്. എന്താണ്? ബിസിനസിന് പുറത്ത് ഉള്ള വ്യക്തികളാണ് ഇത് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. അവർക്കും എന്താണ് ഒരു ബിസിനസിന്റെ ഇൻഫോർമേഷൻസ് ആവശ്യമാണ്. അപ്പൊ ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി ബിസിനസ് ആസ് ദേ പ്രൊവൈഡ് ലോൺസ് ടു ദ ബിസിനസ്. അല്ലെ, ഏതൊരു ബിസിനസ്സിനാണെങ്കിലും ശരി ബാങ്ക് ആയാലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് ക്യാഷിന് ആവശ്യം വരുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ലോൺ എടുക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കടം മേടിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്ത് പോയാൽ മാത്രമാണ് ബാങ്ക് ആയാലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ അവർക്ക് ആ ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ ഓടുന്നതെന്ന് അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാനായിട്ട് കൂടുതൽ എന്തായിരിക്കും? താല്പര്യം ഉണ്ടായിരിക്കും. അടുത്തത് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ് റിസ്ക് ആൻഡ് ഓൾസോ ഇൻവെസ്റ്റേഴ്സ് ഡു നോട്ട് ഹാവ് ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദ ബിസിനസ് അഫയേഴ്സ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളെയാണ്. മണി ആയിരിക്കും ചിലപ്പോൾ അസറ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് തിരിച്ചു കിട്ടണം. അത് തിരിച്ചു കിട്ടണം, അതുപോലെ തന്നെ അതിന് ഇരട്ടി തിരിച്ചു കിട്ടണമെന്നായിരിക്കും എല്ലാവരും ഒരു ബിസിനസ്സിൽ ക്യാഷ് ഇറക്കുന്നുണ്ടെങ്കിൽ അതിന് അപ്പുറം തിരിച്ചിട്ടാനായിരിക്കും എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് പ്രോഫിറ്റിലാണോ എന്ന് അറിഞ്ഞാലാണ് അവരുടെ ഇൻവെസ്റ്റ് ചെയ്ത മണി സേഫ് ആണോ, അതുപോലെ തന്നെ ഇനിയും അതിൽ നിന്ന് അവർക്ക് എന്താ കൂടുതൽ റിട്ടേൺ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൽ അവർ താല്പര്യം കാണിക്കുന്നത്. അടുത്തത് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ആർ ദോസ് പാർട്ടീസ് ഹൂ സപ്ലൈ ഗുഡ്സ് ഓർ സർവീസസ് ഓൺ ക്രെഡിറ്റ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബിസിനസ്സിന് ഗുഡ്സ് ആയാലും ശരി, ക്യാഷ് ആയിട്ടായാലും സർവീസ് ആയിട്ടാണെങ്കിലും എന്താ ക്രെഡിറ്റ് ആയിട്ട് ബിസിനസ്സിന് കൊടുക്കുന്ന വ്യക്തികളെയാണ് എന്ത്? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളിപ്പോ ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ കടം തിരിച്ചു കിട്ടണ്ടേ? അപ്പൊ കിട്ടണമെങ്കിൽ അയാളുടെ കയ്യിൽ കാശ് ഉണ്ടാവണം. അപ്പൊ അതുപോലെ തന്നെ ബിസിനസ്സിലാണെങ്കിലും ബിസിനസ്സിന് എന്തെങ്കിലും ഗുഡ്സ് ആയാലും ക്യാഷ് ആണെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടണമെങ്കിൽ ആ ബിസിനസ്സിന് നല്ല രീതിയിൽ ലാഭം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് എന്ത്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് അതോറിറ്റീസ്. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ളത് ടാക്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബിസിനസിന്റെ ഇൻകത്തിന്റെ ബേസിലാണ് ഗവൺമെന്റ് എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, സർവീസ് ടാക്സ്, ഇൻകം ടാക്സ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. അടുത്തത് റിസർച്ചേഴ്സ്. റിസർച്ചേഴ്സിന് അവരുടെ റിസർച്ച് വർക്കിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണ്. അടുത്തത് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന വ്യക്തികളെയാണ് എന്ത് പറയുന്നത്? കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയാ, ഒരു ഫെയർ പ്രൈസിൽ അവർക്ക് കിട്ടുന്നതിനും അതുപോലെ തന്നെ അതിന്റെ ഗ്യാരണ്ടി, അപ്പോൾ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ് എന്തായിരിക്കണം? കുറച്ച് നാളത്തേക്ക് അത് ലോങ് റൺ ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് ആയിരിക്കണം. എങ്കിലാണ് എന്ത്? അവർക്ക് ഗ്യാരണ്ടിയും അതുപോലെ പറഞ്ഞ ആഫ്റ്റർ സർവീസസും കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കൺസ്യൂമേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ കൂടുതൽ താല്പര്യം. അടുത്തത് പബ്ലിക്. പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും ഉൾപ്പെടുന്നതാണ് എന്ത്? പബ്ലിക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബിസിനസ് നിലനിൽക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണെങ്കിലാണ് എന്ത്? നമുക്കൊരു എംപ്ലോയ്മെന്റ്, ഏറ്റവും കൂടുതൽ ഒരു ജോലി സാധ്യത, ഒരു ബിസിനസ് നിലനിന്നാലാണ് എന്ത്? നമുക്ക് ജോലി സാധ്യത ഉണ്ടാവും. അപ്പോൾ അതാണ് എന്ത്? പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ താല്പര്യം.